ചെയ്യിക്കുന്ന ചേച്ചി, ഇത് ചെയ്യണം നിർബന്ധം. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു. ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നത്. എൻ്റെ പൊന്നു കസിനെ നീ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത്. നമ്മൾ ഈ കണ്ടത് മറ്റാരെയുമല്ല, പ്രമുഖ നടിയും നർത്തകിയും മോഡലും ഗായികയും എയർ ഹോസ്റ്റസും നഴ്സും ബിഗ് ബോസ് താരവുമായി മാറിക്കഴിഞ്ഞ രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരം കൈകൂപ്പി പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം പറയുന്നത് മറ്റാരോടുമല്ല, അദ്ദേഹത്തിന്റെ കസിൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി ആരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല, അപ്രത്യക്ഷനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ചെയ്ത ഒരു കൊടും ക്രൂരത, ആ ഒരു കൊടും ചതി കാരണം കടുത്ത ക്ഷീണമുണ്ടായ ഒരു ബിഗ് ബോസ് മലയാളത്തിലെ പ്രമുഖ മത്സരാർത്ഥിയായി രേണു സുധി ഒറ്റ ദിവസം കൊണ്ട് മാറി. ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. എന്നെ തുടർന്ന് ഏത്തമിടുകയാണ്. ആലോചിക്കുക, ഒരു പ്രമുഖ നടിയാണ്. ആ ഒരു പ്രമുഖ നടി തന്റെ ഇമേജ് പോലും വകവെക്കാതെ ഏത്തമിടുന്ന രീതിയിൽ 10ഓളം ഏത്തങ്ങളാണ് ഇട്ടത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ നടിയെ കസിൻ എന്ന് അവകാശപ്പെടുന്ന മറ്റൊരാൾ ചതിച്ചു എന്നാണ് പറയുന്നത്. അത് പ്രതീഷ് എന്ന് പറയുന്ന പഹയനാണോ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. എനിവേ, ഈ ഒരു ക്രൂരത കാണിച്ച ആ ഒരു പഹയനോട് പ്രതികരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റാരുമല്ല, സാക്ഷാൽ തങ്കപ്പൻ ചേട്ടൻ. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുത് എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഉള്ളൂ. ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും മരിച്ചുപോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് ഒരു വെറും കവളനും കള്ളി കാക്കുന്ന ആ സ്വഭാവത്തെ ഒരിക്കൽ ആരും ഞങ്ങളെ പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്ന് ചേട വരുത്തരുന്ന് ഞാൻ ചെയ്യുന്നവരോട് സാധിക്കും. കാരണം അതിന്റെ വേദന ഞങ്ങൾക്കറിയാം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ രീതിയിൽ ആരോടും ഇനി മേലാൽ ക്രൂരത കാണിക്കില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമൊക്കെ രേണു ചേച്ചിക്ക് പുറത്തു പോകണം, തന്റെ ഋതപ്പനെയും തന്റെ ആത്മാവായ കിച്ചുവിനെയും ഒക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയുണ്ടായി. എന്നാൽ ഇപ്പൊ പുറത്താക്കുമെന്നുള്ള ഭയം വന്നപ്പോഴത്തേന് ഏത്ത വിടാൻ പോലും തയ്യാറായി. പുറത്തു പോകണമെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ തനിക്ക് പോകണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ്. തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ മൊബൈൽ വെക്കുമെങ്കിൽ പുള്ളിക്കാരിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സമാധാനം കിട്ടും. അതിൽ നെറ്റ് കണക്ഷനും യൂട്യൂബും ഒന്ന് കണക്ട് ആയി കൊടുക്കണം. ആൽബം കാണുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ഒരു 5-8 പ്രാവശ്യം ആ പാട്ട് കാണും. ഇവനെ കാണാനാണ്. അതെ, ഞാൻ എന്റെ ഭാഗം നോക്കത്തില്ല, ഇവനെ കാണാനാണ് ഞാൻ നോക്കണത്. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കിച്ചുവിനെ ഋതപ്പിനെ കാണാൻ മേലാത്തതിന്റെ കുഴപ്പമൊന്നുമല്ല. പ്രതീഷ് എന്ന് പറയുന്ന ഈ പഹയന്റെ വീഡിയോ ഡെയിലി 8 വട്ടം കണ്ടുകൊണ്ടിരുന്നതാണ്. പൊടുന്നനെ അത് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. സഹിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ഈ ഒരു പ്രമുഖ നടിയെ ഇത്രയേറെ ചൊടിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിലും പ്രധാന ഹൈലൈറ്റ്, വലിയ രീതിയിൽ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ രേണു ചേച്ചിയായിരുന്നു. എല്ലാ റിയാക്ഷൻ കാരുടെയും പ്രധാന ഹൈലൈറ്റും രേണു ചേച്ചിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എപ്പിസോഡിൽ ആദ്യമായി ലാലേട്ടൻ വരുന്നു. എല്ലായ്പ്പോഴും സംസാരിക്കുന്ന പോലെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം നേരെ കടന്നത് ഇരട്ടപ്പേര് വിളിച്ചതിനുള്ള ശിക്ഷയിലേക്കാണ്. അതിന് ശിക്ഷ കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പഹയനാണ്. രേണു സുധി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയെ ഇരട്ടപ്പേര് വിളിച്ചു, സെപ്റ്റി ടാങ്ക് വിളിച്ചു. അതിന് തക്കതായ ശിക്ഷയാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്. രേണു സുധി എന്ന് പറയുന്ന ഈ പ്രമുഖ നടി സംപ്രീതയാകുന്നവരെ ഓളുടെ പുറകെ നടക്കുക, ഓളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും. വലിയൊരു ഭാരിച്ച കാര്യം തന്നെയാണ് ഈ അക്ബർ എന്ന് പറയുന്ന ഈ പഹയനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കേട്ട് വലിയ രീതിയിൽ ഹൈപ്പ് കിട്ടിയെന്നുള്ള രീതിയിൽ വലിയ സന്തോഷിച്ചിരുന്നപ്പോഴാണ് രേണു സുധി എന്ന് പറയുന്ന ഈ പ്രമുഖ നടിയുടെ വീഡിയോ, അതായത് വോട്ട് ചോദിക്കുന്ന വീഡിയോ, താൻ എവിക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് നേരത്തെ നിർമ്മിച്ചു വെച്ച കുമ്പിടി കളിക്കുന്ന ആ ഒരു വീഡിയോ ലാലേട്ടൻ അവിടെ കാണിച്ചത്. അക്ഷരാർത്ഥത്തിൽ രേണു സുധി എന്ന് പറയുന്ന ഈ പ്രമുഖ നടി എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ മാപ്പ് പറഞ്ഞ് ഏത്തമിട്ട് കട്ടിച്ച് രക്ഷപ്പെട്ടെന്ന് വേണം കരുതാൻ. ഈ ഒരു അവസരത്തിൽ ഈ കസിൻ എന്ന് പറയുന്ന പഹയൻ ആരാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയായ മറ്റൊരു വ്യക്തിയെ ആദരിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരും കാണിക്കാത്ത ഒരു അതിബുദ്ധിയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്നു. കടന്നു വന്നാട്ടെ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് രേണു സുധി എന്ന് പറയുന്ന ഈ കലാകാരി ഏത്തമിട്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ ഇന്നലെ പതിവിന് വിപരീതമായി ബിഗ് ബോസിലെ കളിക്കാരെ മാത്രമല്ല പുറത്തിരുന്ന് റിവ്യൂ ഇടുന്ന ഹിമാറുകളെയും കൂടി ലാലേട്ടൻ വിമർശിച്ചിരിക്കുന്നു. ബിഗ് ബോസിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള
കണ്ടന്റുകൾ ചോർത്തിക്കൊടുക്കുന്ന ആളുകളെ ശക്തമായി വിമർശിച്ചിരിക്കുന്നു. എന്നാൽ അത്തരം ആളുകളെ തീർച്ചയായും ആദരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ പ്രമുഖ താരങ്ങൾ ആരൊക്കെയാണ്? തീർച്ചയായും അവർക്ക് ക്യാഷ് അവാർഡും മൊമന്റയും നൽകി ഈ അവസരത്തിൽ ആദരിക്കുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ആ ഒരു പോസ്റ്റാണ് ലാലേട്ടൻ ഇന്നലെ വായിച്ചത്. എന്നാൽ ആ പോസ്റ്റിൽ പറയുന്ന വ്യക്തി രേവതി മല്ലു ടോക്സ് എന്ന് പറയുന്ന ഈ ഒരു യുവതിയാണ്. എന്നാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അവരെക്കാൾ മികച്ച രീതിയിൽ ഇത്തരം വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത മറ്റൊരു പഹയനുണ്ടായിരുന്നു. ഒന്നാം സ്ഥാനത്തിന് എന്തുകൊണ്ടും യോഗ്യൻ ആ ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് താരങ്ങൾ ഇട്ടിരിക്കുന്ന ജെട്ടി പോലും അവർക്കറിയത്തില്ലെങ്കിൽ കൂടി അത് ഏതാണെന്നും അതിന്റെ കളറും ബ്രാൻഡും പോലും വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ ശേഷിയുള്ള, ഈ ഒരു കാര്യത്തിൽ അത്യന്തം ഡെഡിക്കേഷൻ ഉള്ള ആ ഒരു പഹയനല്ലേ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. കടന്നു വന്നാട്ടെ മൊമന്റോയും പൊന്നാടയും നൽകി ആദരിക്കുന്നു. ഇനി രണ്ടാം സ്ഥാനത്തിന് അർഹയായ വ്യക്തി മറ്റാരുമല്ല, ഈ പോസ്റ്റിൽ തന്നെ പരാമർശിച്ചിരിക്കുന്ന വ്യക്തിയാണ്. രണ്ടാം സ്ഥാനത്തിലുള്ള ക്യാഷ് അവാർഡും മൊമന്റോയും സ്വീകരിക്കാൻ കടന്നു വന്നാട്ടെ. ഇനിയുള്ള ആളുകൾക്ക് ക്യാഷ് അവാർഡില്ല, മൊമന്റോ മാത്രമേ ഉള്ളൂ. അവർ കൂടുതലും ഈ എവിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തിറക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന കള്ള ഹിമാറുകളാണ്. അവറ്റകൾക്ക് മൊമന്റോ നൽകിയാണ് ആദരിക്കുന്നത്. 1 by 1 ആയിട്ട് ഓരോരുത്തരായിട്ട് കടന്നു വരിക. എവിടോ കണ്ടു നല്ല പരിചയം, ആരാന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ലാലേട്ടൻ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താനല്ല മറ്റവനാണ് പുറത്താക്കിയത്, അവനാണ് കൂടുതൽ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി പറയത്തില്ല, ഞാൻ ഇന്നലത്തോടു കൂടി നിർത്തി, ഞാൻ ഒരാഴ്ച മുമ്പേ നിർത്തി എന്നൊക്കെയുള്ള രീതിയിൽ പലരും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ പണ്ടേ ഈ ആളുകളൊക്കെ ഇത് ചെയ്ത് വരികയായിരുന്നു. ഇത് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷയിലും ഉണ്ട്. ഈ പറഞ്ഞ കണക്ക് എവിക്ഷന്റെ വരുന്നതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അതായത് ഈ പറഞ്ഞ ഓഡിയൻസ് അടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം. അന്ന് സ്റ്റേജിൽ നടക്കുന്ന സംഭവങ്ങൾ ഓഡിയൻസ് കാണുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കുന്ന ഗെയിമുകളും അതിലാര് ജയിക്കുന്നു, അവിടെ എന്താണ് നടക്കുന്നത്, ബിഗ് ബോസ് താരങ്ങളുടെ ജഡ്ജിയുടെ കളർ പോലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഈ 1-2-3 ആളുകളാണ് താല്പര്യം കാണിച്ചിരിക്കുന്നത്. അത് അത്ര നല്ല സുഖകരമായ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ തീർച്ചയായും ഈ ഒരു അഭിപ്രായത്തോടു കൂടി യോജിക്കുന്നു. ബിഗ് ബോസിന്റെ ആ ഒരു അതിതീവ്രമായ രഹസ്യ സ്വഭാവം കളഞ്ഞു കുളിക്കുന്ന ഈ ഹിമാറുകളെ തീർച്ചയായും ശിക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിവിടെ പരാമർശിക്കാനുള്ള പ്രധാന കാരണം ഉണ്ടാക്കിയത് മറ്റാരുമല്ല, നമ്മുടെ രേണുസുതി എന്ന് പറയുന്ന ഈ പ്രമുഖ നടിയാണ്. പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിയാകണ്ട, അതായത് ബിഗ് ബോസിൽ വലിയ രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കാൻ ശ്രമിച്ചു. താൻ ഒരു വലിയ മൈൻഡ് ഗെയിമർ ആണെന്ന് അടിവരയിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് രേണുസുതി ചേച്ചി നടത്തിയത്. അതായത് പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിയാവാൻ ശ്രമിച്ചു. അത്തരം പൂജാരികളാവാനാണ് ഈ റിവ്യൂ ചെയ്യുന്ന ഹിമാറുകളും ശ്രമിക്കുന്നതെന്നാണ് ലാലേട്ടൻ പറയുന്നത്. എനിവേ ഈ വിഷയങ്ങൾക്കൊക്കെ ഇടയിലും അതീവ ദുഃഖകരമായ ആ ഒരു എവിക്ഷൻ ഇന്നലെ നടന്നിരുന്നു. അത് നിരവധി ആളുകൾ, ഓഡിയൻസ് ആയിട്ടിരുന്ന ആളുകൾ പോലും കണ്ട് അത് ഔട്ടായി കഴിഞ്ഞു. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നലെ ഞാനാണ് അത് ആദ്യം പറഞ്ഞത്, മറ്റാരുമല്ല, രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി 4 വർഷത്തോളം കാത്തിരുന്ന് ബിഗ് ബോസിൽ പോയ ഒരു പഹയൻ ഒടുവിൽ ഔട്ടായിരിക്കുന്നു. അതിദയനീയമായ രീതിയിൽ പോയതിനും വേഗത്തിൽ ഇൻഡിഗോ ഫ്ലൈറ്റിൽ അദ്ദേഹം നാളെ കൊച്ചിയിലേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായും അത് കാണാൻ സാധിക്കും. വളരെ പ്രകോപിതനായി വീട്ടുകാരോട് യാത്ര പറയാതെ അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിവേ കണ്ടറിയാം. സോ ഇത്തരം കാര്യങ്ങളാണ് ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.